ഹോർമോണാണ് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങിനെ കറക്റ്റായിട്ടുള്ള തിക്കനായിട്ട് കൊണ്ടുപോകുകയും നമ്മുടെ പ്രഗ്നൻസി സക്സസ്ഫുള്ളായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിക്കുന്നത്. നമുക്ക് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ മിസ്കാരേജ് ആയി പോകുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നത് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനായിട്ട് ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് മെഡിസിൻ തന്നതിന് ശേഷം ഡോക്ടർ നമ്മളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഓവുലേഷൻ കഴിഞ്ഞതിന് പിറ്റേ ദിവസം മുതലോ അല്ലെങ്കിൽ ആ ഓവുലേഷൻ കഴിഞ്ഞതിൻ്റെ അന്ന് ആ ഒരു ദിവസം മുതലോ ഒരു 14 ഡേയ്സിലോട്ട് പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കാനായിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഈ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ ആ പീരിയഡ് സൈക്കിൾ മുതൽ ആദ്യത്തെ ഒരു മാസം മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒമേഗ 3യും ഒമേഗ 6ഉം അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ തന്നെ വാൾനട്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇതെല്ലാം നമ്മൾ ആ ഒരു പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ അടങ്ങിയിട്ടുള്ളവയാണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ അടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫിഷുകൾ കഴിക്കുന്നത്, ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുന്നത്, ഒരിക്കലും വലിയ മത്സ്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കരുത് കേട്ടോ, കാരണം അതിൽ അമോണിയയുടെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ കഴിക്കുന്നതിൽ അമോണിയയുടെ കണ്ടൻറ്റ് കുറവായിരിക്കും, അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡും ഉണ്ടാകും. നമ്മളിപ്പോൾ ചാള കഴിക്കുന്നത് നല്ലതാണ്, അതുപോലെ അയലയും കുഞ്ഞു അയലയൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ സാൽമൺ ഫിഷ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് നിങ്ങളത് കഴിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികൾ കഴിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. മുരിങ്ങയില കഴിക്കുന്നത്, ചീര കഴിക്കുന്നത്, ഇതിലെല്ലാത്തിലും ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേരോട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയുമ്പോഴേക്കും എന്താ പറയുക, അവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ പച്ചക്കറി ഒട്ടും തന്നെ കഴിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഇതിങ്ങനെ പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിറ്റമിൻസ് പ്രഗ്നൻ്റ് ആകുന്ന സമയത്തൊക്കെ ഇത് അത്യാവശ്യമാണല്ലോ. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തും ഇത് അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് ചെയ്യുന്നത്, പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ജസ്റ്റ് ഒന്നങ്ങോട്ട് കുഴച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചവച്ചങ്ങോട്ട് അരച്ചിത്രങ്ങൾ വെള്ളം കൊണ്ട് കുടിക്കുക. ബ്രൊക്കോളി കഴിക്കുന്നത് നല്ലതാണ്, കിവി ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചെങ്കദളിപ്പഴമില്ലേ, നമ്മൾ ചുമന്ന നിറത്തിലുള്ള വലിയ നല്ല വെയിറ്റുള്ളൊരു ചെങ്കദളിപ്പഴമുണ്ട്. ചെങ്കദളിപ്പഴം നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. റെഡ് ബനാന എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഇത്രയും ഭക്ഷണങ്ങളിലൊക്കെ കൂടുതലായിട്ടും ഈ പ്രൊജസ്ട്രോണിൻ്റെ അളവ് ഒരുപാടുണ്ട്. ഈ പ്രൊജസ്ട്രോണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആ യൂട്രസിൻ്റെ ലൈനിങ് ഒക്കെ ഒന്ന് കട്ടിയാക്കി മുൻപോട്ട് പോകാനായിട്ട് നമ്മളെ അത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ IUI കഴിഞ്ഞവരാണെങ്കിലും IVF കഴിഞ്ഞവരാണെങ്കിലും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിലും ഇനി ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ നാച്ചുറലായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 8 മണിക്കൂർ പീസ്ഫുള്ളായിട്ട് ഉറങ്ങാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറലി തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. നാച്ചുറലി നിങ്ങളുടെ ശരീരത്തിലോട്ട് പ്രൊജസ്ട്രോൺ ഹോർമോണിനെ കൊണ്ടുവരാനായിട്ടും നിങ്ങൾക്ക് സഹായിക്കും. ഇതിനൊപ്പം തന്നെ നിങ്ങളിതൊക്കെ കഴിക്കുന്നതിനൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാല് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, മുട്ട കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ മെഡിസിൻസ് പുറത്തുനിന്ന് എടുക്കുന്നതിൻ്റെ ഫലങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അകത്തോട്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് ഈ ഗുണങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങളോട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.